ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ യൂണിറ്റ് 6 ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള പാഠത്തിലെ പാർട്ട് 2 ക്ലാസ് ആണ്. പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. പാർട്ട് 1ന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് പേജ് നമ്പർ 130 എന്നാണ്, 130 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി പോർഷൻസ് നമ്മൾ പാർട്ട് 1ലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ പാഠം, നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള പാഠം ആരുടെയാണ്? ഒരു ഔലറ്റിന്റെ സ്റ്റോറിയാണ് അല്ലെ. ഒരു ഔലറ്റ് പറഞ്ഞാൽ ആരാണ്? ഔളിന്റെ ബേബി. ഔൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂങ്ങ, അതായത് നമ്മുടെ ബേർഡ് അറിയില്ലേ, മൂങ്ങനെ അറിയില്ലേ? അപ്പൊ മൂങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഔൾ എന്ന് പറയുക. ഔളിന്റെ ബേബിയാണ്. ഔളിന്റെ ബേബിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഔലറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി ഒരു ഔലറ്റിന്റെ ആണ്. ആ ഔലറ്റിന്റെ നെയിം ആണ് റൗലി. ഓക്കെ, ഇപ്പൊ നമ്മുടെ റൗലി ആദ്യമായിട്ട് പറക്കാൻ റെഡിയായി, പറക്കാൻ തുടങ്ങി. ഇപ്പൊ എവിടെയാണ് റൗലി ഉള്ളത്? വേർ ഇസ് റൗലി നൗ? എവിടെയാണ് ഇപ്പൊ? കണ്ടോ, നമ്മൾ റൗലി എവിടെയാണ് ഉള്ളത്? ഇൻ ദ സ്കൈ. അവൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാമാണ് കാണുന്നത്? ട്രീസ്, ഹിൽസ്, റിവർ, അല്ലെ? ഇതെല്ലാം കാണുന്നില്ലേ? കുന്നുകളും മരങ്ങളും പുഴയൊക്കെ കാണുന്നില്ലേ? നമുക്ക് പാഠം റീഡ് ചെയ്യാം. Rowley flapped her wings in joy. Slowly she moved through the air. I am perfectly all right. Rowley flew up above the trees, above the hills, up in the sky. Rowley enjoyed her first flight. A cool breeze kissed her wings. Wow, it's wonderful, she thought. അപ്പൊ റൗലി പറന്നുകൊണ്ടിരിക്കുകയാണ്, ആകാശത്തിൽ പറക്കുകയാണ്. അവൾ ആദ്യമായിട്ടാണ് പറക്കുന്നത്. അപ്പൊ റൗലി വളരെ ഹാപ്പി ആയിട്ടാണ്, സന്തോഷിച്ചിട്ടാണ്, എൻജോയ് ചെയ്തിട്ടാണ് പറക്കുന്നത്. അപ്പൊ അവൾ എന്താ പറയണത്? ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ പറക്കുന്നത്. കാരണം എന്താ? അവൾ കഴിഞ്ഞ ദിവസം അവളുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തു രാത്രിയിൽ. അപ്പൊ നമുക്കറിയില്ല, ഔൾസ് എന്ന് വെച്ചാൽ എപ്പോഴാണ് അവർ പുറത്തിറങ്ങുക? നൈറ്റിലാണ് അല്ലെ. അപ്പൊ നമ്മുടെ റൗലിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ആദ്യമായിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചെയ്തു. അപ്പൊ അവൾക്ക് ആകെ മൊത്തം അവൾ വിഷമിച്ചു പോയില്ലേ, സങ്കടപ്പെട്ടിരിക്കുന്നു. കാരണം അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? രാത്രിയിൽ അവൾക്കൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് എന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം കാണാൻ, പകൽ സമയത്ത് എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവൾ വളരെ സന്തോഷത്തോടു കൂടെ പറക്കുകയാണ്. എവിടെ കൂടെയാണ് അവൾ പറക്കുന്നത്? മരങ്ങളുടെ മീതെ അല്ലെ, മരങ്ങളുടെ മുകളിലൂടെ, കുന്നുകളുടെ, ഹിൽസ് വെച്ചാൽ കുന്നുകളുടെ മുകളിലൂടെ ആകാശത്തിൽ ഇങ്ങനെ ഉയരെ പറക്കുകയാണ്. റൗലി എൻജോയ്ഡ് ഹെർ ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പൊ അവൾ ആദ്യമായിട്ട് അവളെ പറക്കൽ അവളെ വളരെ സന്തോഷം, എൻജോയ് ചെയ്തിട്ടാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. എ കൂൾ ബ്രീസ് കിസ് ഹെർ വിങ്സ്. ബ്രീസ് എന്ന് വെച്ചാൽ എന്താണ്? ഇളം കാറ്റ് അല്ലെ. ഒരു ഇളം കാറ്റ് അവൾ ഇങ്ങനെ തഴുകിക്കൊണ്ട് പോകുന്നുണ്ട്. വാവ്, ഇറ്റ്സ് വണ്ടർഫുൾ, ഷീ തോട്ട്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് സന്തോഷിച്ച് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഡസ് റൗലി ഫീൽ നൗ? ഇപ്പൊ റൗലി എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താ? ഷീ ഫീൽ ഹാപ്പി. വളരെ സന്തോഷം അല്ലെ അവൾക്ക്. ഈസ് ഷീ ഹാപ്പി? ഹാപ്പി ആയോള്? യെസ്. ഇവിടെ നോക്കൂ, നെക്സ്റ്റ്. ഹൂ ഈസ് ടോക്കിംഗ് ടു റൗലി? റൗലിയോട് ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? മൗസ്. എ മൗസ് ഈസ് ടോക്കിംഗ് ടു റൗലി. വൈ ഈസ് റൗലി ആംഗ്രി? അപ്പൊ അവള് കണ്ടോ, അവളെന്തോ ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മൗസിനോട് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനായിരിക്കും അവൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക? വാട്ട് ഈസ് ദ മൗസ് ഡൂയിങ്? മൗസ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് റീഡ് ചെയ്ത് നോക്കാം അല്ലെ. Oh, I am hungry. Rowley looked down. ഹംഗ്രി വെച്ചാൽ എന്താ? വിശക്കുക. ഓക്കെ, വിശപ്പിനെയാണ് നമ്മൾ ഹംഗ്രി പറയുക. She saw a mouse near a bush. Rowley flew down and landed on a rock. Hey hawk, please don't eat me, the mouse cried aloud. Hawk, I'm not a hawk, I'm an owlet, Rowley said angrily. Owlet? In daylight? Ha ha ha, but owls cannot fly in daylight, said the mouse. അപ്പൊ നോക്കിക്കേ, റൗലി ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. ഓ, ഐ ആം ഹംഗ്രി. റൗലി ലുക്ക് ഡൗൺ. അപ്പൊ അവൾക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ താഴേക്ക് നോക്കുകയാണ്. എന്താ അവള് കണ്ടത്? താഴെ എന്താ കണ്ടത്? ഒരു മൗസിനെ കണ്ടു അല്ലെ. അതായത് ചെടികളുടെ ഇടയിൽ, ബുഷ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികളാണ്. ചെടികളുടെ ഇടയിൽ ഒരു മൗസ് നിൽക്കണു. റൗലി എന്ത് ചെയ്തു? വേഗം താഴേക്ക് പറന്ന് ഒരു റോക്ക്, ഒരു പാറയുടെ മുകളിൽ വന്ന് ഇരിക്കുകയാണ്. ഹേ ഹോക്ക്, പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ, ദ മൗസ് ക്രൈഡ് അലൗഡ്. നമ്മുടെ ഔലറ്റിനെ കണ്ടതും മൗസ് പേടിച്ചിട്ട് ഉറക്കെ നിലവിളിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത്? അയ്യോ ഹോക്കെ, എന്നെ തിന്നല്ലേ എന്ന് പറഞ്ഞിട്ട്, എന്നെ പിടിച്ച് തിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മൗസ് നിലവിളിക്കുകയാണ്. നമ്മുടെ ഇത് ഹോക്കാണ്. ഹോക്ക് എന്ന് വെച്ചാൽ നമ്മള് പരുന്ത് അല്ലെങ്കിൽ കഴുകനെ പോലെ ഒരു ബേർഡിനെയാണ് നമ്മൾ ഹോക്ക് എന്ന് പറയുക. ഓക്കെ, നമ്മൾ ഈഗിളിനെയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ബേർഡ് തന്നെയാണ് ഹോക്ക്. ഓക്കെ, അപ്പൊ ഹോക്ക് എന്നാണ് നമ്മുടെ മൗസ് റൗലിനെ വിളിച്ചത്. അപ്പൊ നമ്മൾ ഹോക്കാണോ? അല്ല, അതാരാണ്? ഒരു ഔലറ്റ് ആണ് അല്ലെ. അപ്പൊ ഇത് കേട്ടത് നമ്മുടെ റൗലിക്ക് ദേഷ്യം വന്നിട്ട് പറയാണ്, ഞാൻ ഹോക്ക് ഒന്നും അല്ല, ഐ എം നോട്ട് എ ഹോക്ക്, ഐ ആം എൻ ഔലറ്റ്. ഞാനൊരു
ഔലറ്റ് ആണെന്ന് നമ്മുടെ റൗലി പറയുകയാണ്. ഔലറ്റ് എന്ന് വെച്ചാൽ ആരാണ്? മൂങ്ങക്കുട്ടി അല്ലെ, മൂങ്ങന്റെ കുട്ടിയാണ് ഔലറ്റ്. ഔലറ്റ് ഇൻ ഡേ ലൈറ്റ് അഹഹ ബട്ട് ഔൾസ് കനോട്ട് ഫ്ലൈ ഇൻ ഡേ ലൈറ്റ് സെഡ് ദ മൗസ്. അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ മൗസ് എന്താ പറയണത്? ഔലറ്റോ, അത് ഈ പകൽ സമയത്ത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കണം. കാരണം എന്താണ്? ഔൾസിന് ഡേ ലൈറ്റിൽ പറക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മൗസ് എന്ത് ചെയ്യുന്നത്? ചിരിക്കുന്നത് അല്ലെ, നമ്മുടെ ഔലറ്റിനോട് ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മൗസ് റൗലിനെ ഹോക്ക് എന്ന് വിളിച്ചപ്പോഴാണ് റൗലിക്ക് ദേഷ്യം വന്നത് അല്ലെ. ഇവിടെ നോക്കൂ, രണ്ടാമത്തെ ചോദ്യം എന്താ? വൈ ഈസ് റൗലി ആംഗ്രി? റൗലിക്ക് എന്തുകൊണ്ട് ദേഷ്യം വന്നത്? ബിക്കോസ് ദ മൗസ് കോൾഡ് ഹെർ ഹോക്ക്. വാട്ട് ഈസ് ദ മൗസ് ഡൂയിങ്? മൗസ് എന്താ ചെയ്യുന്നത്? ദ മൗസ് ഈസ് ടോക്കിംഗ് ടു റൗലി. റൗലിയോട് സംസാരിക്കുകയാണ് അല്ലെ. വൈ ഡിഡ് ദി മൗസ് ലോഫ് അറ്റ് റൗലി? അപ്പൊ റൗലിനെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് മൗസ് കളിയാക്കി ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? He saw an owlet at daytime. കാരണം പകൽ സമയത്ത് ഒരു മൂങ്ങ കുട്ടീനെ പുറത്ത് കണ്ടത് കൊണ്ട് അല്ലെ. അങ്ങനെ മൂങ്ങകൾക്ക് പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ, ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ ആദ്യമായിട്ടാണ് മൗസ് എന്ത് ചെയ്യുന്നത്? ഒരു മൂങ്ങനെ അല്ലെങ്കിൽ മൂങ്ങയുടെ കുട്ടീനെ പുറത്ത് കാണുന്നത് പകൽ സമയത്ത്. വിൽ റൗലി ഈറ്റ് അപ്പ് ദ മൗസ്? അപ്പൊ മൗസിനെ റൗലി പിടിച്ച് തിന്നിട്ടുണ്ടാവോ? ഈറ്റ് ചെയ്തിട്ടുണ്ടാവോ? നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കൂ. വാട്ട് ഡസ് റൗലി സേ ടു ദ മൗസ്? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മൗസിനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? Don't laugh at me, you silly mouse. I am an owlet and I am hungry too. I am going to eat you up, Rowley said. അപ്പൊ നമ്മുടെ റൗലിക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു അല്ലെ. കാരണം മൗസ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? റൗലിയെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അപ്പൊ കണ്ട് നമ്മളെന്താ റൗലി എന്താ പറയണത്? വെറുതെ ചിരിക്കൊന്നും വേണ്ട, സില്ലി മൗസ്, ഞാനൊരു ഔലറ്റ് ആണ്, എനിക്കിപ്പോ നന്നായി വിശക്കുന്നുണ്ട്. ഐ ആം ഹംഗ്രി ടു പറയാൻ എന്താ? എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഇപ്പൊ പിടിച്ച് തിന്നുന്നു നമ്മുടെ റൗലി പറയുകയാണ്. Oh, you are a special owlet, I agree, but please don't eat me. I will give you some tasty food. Saying this, the mouse ran towards his hole. Rowley waited outside the hole. അപ്പൊ നമ്മുടെ ഇത് കേട്ടത് മൗസ് എന്താ പറയണത്? ഓ, നീ ഒരു സ്പെഷ്യൽ ഔലറ്റ് തന്നെയാണ്, ഒരു സ്പെഷ്യൽ മൂങ്ങക്കുട്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം? കാരണം നമ്മുടെ ഔൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡേ ടൈമിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലെ, ഡേ ടൈമിൽ ഒന്നും കാണില്ല. പക്ഷെ ഇവിടെ നമ്മുടെ റൗലിക്ക് ഡേ ടൈമിൽ എല്ലാം കാണുന്നുണ്ട്, നൈറ്റിലാണ് കാണാൻ കഴിയാത്തത്. ഒന്നും നമ്മുടെ ശരിക്കും ഔൾസിന് നൈറ്റ് ടൈമിലാണ് എല്ലാം കാണാൻ കഴിയുക, കാഴ്ചശക്തി ഉണ്ടാവുക, പകൽ സമയത്ത് ഒന്നും കാണില്ല. പക്ഷെ നമ്മുടെ നേരെ തിരിച്ചാണ് റൗലിക്ക് അല്ലെ. റൗലി ഒരു ഔലറ്റ് തന്നെയാണ്, എന്നിട്ടും ഡേ ടൈമിലാണ് അവർക്ക് എല്ലാം കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൗസ് എന്ത് നീ സ്പെഷ്യൽ തന്നെയാണെന്ന് പറയുന്നത്. പക്ഷെ എന്താ പറയണത്? ബട്ട് പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ, ഐ വിൽ ഗിവ് യു സം ടേസ്റ്റി ഫുഡ്. എന്നെ പിടിച്ച് കഴിക്കരുത്, ഞാൻ നിനക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തരാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് മൗസ് എങ്ങോട്ട് ഓടുന്നത്? അവന്റെ ഹോളില്ലേ, അവന്റെ മാളത്തിലേക്ക്. ഹോൾ എന്ന് വെച്ചാൽ മാളം, അവന്റെ മാളത്തിലേക്ക് അവൻ ഓടുകയാണ്. അപ്പൊ റൗലി എന്ത് ചെയ്തു? അവന്റെ ഹോളിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, മൗസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും? മൗസ് ഫുഡ് കൊടുത്തിട്ടുണ്ടാവുമോ? നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ചോദ്യമുണ്ട്. വാട്ട് വിൽ ദ മൗസ് ഗീവ് റൗലി? എന്തായിരിക്കും റൗലിക്ക് എന്താണ് നമ്മുടെ മൗസ് കൊടുത്തിട്ടുണ്ടാവുക? വിൽ റൗലി ബി ഹാപ്പി? അത് കിട്ടിയപ്പോൾ റൗലി ഹാപ്പി ആയിട്ടുണ്ടാവുമോ? നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കിയേ. എന്തൊക്കെയോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഫുഡ് ഐറ്റംസ് എന്തൊക്കെയോ നമ്മുടെ റൗലിക്ക് എന്താണ് മൗസ് കൊടുക്കുന്നുണ്ട്. വേർ ഇസ് റൗലി നൗ? ഇപ്പൊ എവിടെയാണ് റൗലി നിൽക്കുന്നത്? എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോൾ. ആരുടെ ഹോളാണ്? മൗസിന്റെ ഹോളിന്റെ പുറത്താണ് നമ്മുടെ റൗലി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ മൗസ് എന്താ പറയുന്നത്? ഓൾ ദീസ് ആർ ഫോർ യു, പ്ലീസ് ഹാവ് ദം, ദ മൗസ് സെഡ്. റൗലി ടേസ്റ്റഡ് എ ബനാന. എന്നിട്ട് നമ്മുടെ മൗസ് ഹോളിനകത്ത് പോയിട്ട് കുറേ ഫുഡ് കഴിക്കാനുള്ള, നമ്മുടെ റൗലിക്ക് കഴിക്കാനുള്ള കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ഇതെല്ലാം നിനക്കാണ്, ഇതെല്ലാം എടുത്തോളൂ കൊണ്ട് മൗസ് കൊടുത്തു. അപ്പൊ നമ്മുടെ റൗലി ആദ്യം എന്തെടുത്തു? ഒരു ബനാന എടുത്തു. കണ്ടില്ലേ? ഒരു പഴം എടുത്തു അല്ലെ. എന്നിട്ട് എന്താ പറയുക? ടു ഹൂ, ഇറ്റ് ഈസ് സ്റ്റിക്കി, ഗീവ് മീ സംതിങ് എൽസ്. എന്നിട്ട് കഴിച്ചിട്ട് അവൾ പറയുകയാണ്, ഓ ഇത് വളരെ സ്റ്റിക്കിയാണ്. ടു ഹൂവറോട് ഉണ്ടാക്കുന്ന ശബ്ദമാണ് കേട്ടോ അത്. അപ്പൊ ഇത് ഇറ്റ് ഈസ് സ്റ്റിക്കി പറയുന്നത്, അത് വളരെ സ്റ്റിക്കിയാണ്, ഒട്ടിപ്പിടിക്കുന്നതിന് നമ്മൾ സ്റ്റിക്കി എന്ന് പറയുക. അത് ഗീവ് മീ സംതിങ് എൽസ്, വേറെ എന്തെങ്കിലും തരുമോ എന്ന് അവൾ ചോദിച്ചു. റൗലി ചോദിക്കുകയാണ്. ദെൻ ഹാവ് ദിസ്, ദ മൗസ് ഗേവ് ഹെർ സം പീനട്ട്. എന്നാൽ ഇത് കഴിച്ചു നോക്കുന്ന പോലെ മൗസ് എന്ത് ചെയ്തു? കുറച്ച് പീനട്സ് കൊടുത്തു. പീനട്സ് എന്ന് വെച്ചാൽ എന്താ? നിലക്കടല. ഓക്കെ, നിലക്കടലയാണ് നമ്മൾ പീനട്സ് വരെ. അപ്പൊ കുറച്ച് നിലക്കടല കൊടുത്തു. ടു ഹൂ, ഇറ്റ് ഈസ് സോ സ്മോൾ. അവൾ എന്താ പറഞ്ഞത്? ഓ ഇത് വളരെ ചെറുതാണെന്ന് പറഞ്ഞു. ടേസ്റ്റ് ദിസ്, ദ മൗസ് ഓഫേർഡ് ആൻ ആൽമണ്ട്. എന്നാൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട്, ഇത് കഴിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് മൗസ് എന്താ കൊടുക്കുന്നത്? ഒരു ആൽമണ്ട് കൊടുത്തു അല്ലെ. ഒരു ആൽമണ്ട് കൊടുത്തു. ആൽമണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ബദാം. ഒരു ബദാം കൊടുത്തു. നോ, ഇറ്റ് ഈസ് ടു ഹാർഡ്. വേണ്ട, അത് വളരെ ഹാർഡാണ്, ബലമുള്ളത് തന്നെയാണ് ഹാർഡ് എന്ന് പറയുക. What about this? I am sure you will like this. The mouse gave Rowley some cashew nuts. എന്നാൽ ഇത് കഴിച്ചു നോക്ക്, എനിക്ക് ഉറപ്പുണ്ട് ഇത് നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും എന്ന് പറഞ്ഞിട്ട് മൗസ് എന്ത് ചെയ്യണം? റൗലിക്ക് കുറച്ച് കാഷ് നട്ട്സ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ പായസത്തിലൊക്കെ ഇടുന്നില്ലേ കാഷ് നട്ട്സ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൗസ് നമ്മുടെ റൗലിക്ക് കൊടുക്കുന്നത്. വാവ്,
so tasty, I like it, give me some more. Rowley enjoyed eating the nuts. അപ്പോൾ അവൾക്ക് കഴിച്ചു വളരെയധികം ഇഷ്ടമായി. അപ്പോൾ എന്താ പറയുക, എനിക്ക് വളരെയധികം ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് കുറച്ചുകൂടി തരുമോന്ന് നമ്മുടെ റൗലി ചോദിക്കുകയാണ്. അല്ല അവർ എന്ത് ചെയ്തു, റൗലിക്ക് വീണ്ടും നട്ട്സ് ഒക്കെ കൊടുത്തു. അവർ രണ്ടാളും നല്ല ഫ്രണ്ട്സ് ആയി അല്ലേ. റൗലി എൻജോയ്ഡ് ഈറ്റിംഗ് ദ നട്ട്സ്. അവൾ എന്ത് ചെയ്തു, ആ നട്ട്സ് ഒക്കെ കഴിച്ചു, കാഷ്യൂ നട്ട്സ് ഒക്കെ കഴിച്ചു. What all food items did the mouse give Rowley to eat? If you get these food items, which one will you take? അപ്പോൾ ഇവിടെ നോക്കൂ, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ റൗലിക്ക് കഴിക്കാൻ വേണ്ടി മൗസ് കൊടുക്കുന്നത്? എന്തൊക്കെയാ? ബനാന, പീനട്സ്, ആൽമണ്ട്, കാഷ്യൂ നട്ട്സ്. ഇഫ് യു ഗെറ്റ് ദീസ് ഫുഡ് ഐറ്റംസ് വിച്ച് വൺ വിൽ യു ടേക്ക്? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പൊ റൗലി ഏതാ എടുത്തത്? കാഷ്യൂ നട്ട്സ് എടുത്തു അല്ലെ. നിങ്ങൾ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഏതെടുക്കുക? അത് എഴുതുക. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ബനാനയാണെങ്കിൽ ബനാന, പീനട്ട് എന്ന് വെച്ചാൽ നിലക്കടലയാണ്, ആൽമണ്ട് വെച്ചാൽ എന്താ? ബദാം അല്ലെ. റൗലിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തെടുക്കും എന്നാണ് ചോദിക്കുന്നത്. വിൽ റൗലി ആൻഡ് ദ മൗസ് ബിക്കം ഫ്രണ്ട്സ് നോ? അപ്പൊ റൗലിയും മൗസും ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവോ? യെസ്. നമുക്ക് നെക്സ്റ്റ് പേര് നോക്കിക്കേ. വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്? ഏത് സമയമാണ്? മോർണിംഗ് ആണോ? അല്ല. മോർണിംഗ് ആയിരുന്നു നമ്മുടെ റൗലി പുറത്തിറങ്ങിയത് അല്ലെ. നൈറ്റ് ആണോ? അല്ല. ഇത് ഉച്ച സമയമാണ് അല്ലെ, നൂൺ ആണ്. ലുക്ക് അറ്റ് റൗലി, ഈസ് ഷീ ഇൻ എ ഹാപ്പി മൂഡ്? ഇവിടെ നോക്കൂ, നമ്മുടെ റൗലിനെ നോക്കിക്കേ. റൗലിനെ കാണുമ്പോൾ തന്നെ അറിയാലോ ഇവിടെ ഹാപ്പി മൂഡിലാണോ നിൽക്കുന്നത്, വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്? അല്ല, നോ, വളരെ ടയേർഡ് ആയിട്ടാണ് അവൾ നിൽക്കുന്നത് അല്ലെ, ക്ഷീണിച്ചിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് അവൾ ടയേർഡ് ആയത് നമുക്ക് നോക്കാം. It's too hot. Let's stop playing. Rowley moved towards the shade. അപ്പോൾ കുറേ നേരമായി, അങ്ങനെ സമയം ഉച്ചയായി. നല്ല ഉച്ച സമയത്ത് പ്രത്യേകത എന്താ? നല്ല ചൂടായിരിക്കും അല്ലേ. അപ്പോൾ എന്താ അവൾ പറയണത്? ഓ നല്ല ചൂടായി, നമുക്ക് കളി നിർത്താം എന്ന് പറഞ്ഞിട്ട് റൗലി എന്ത് ചെയ്തു? തണലത്ത് പോയി നിൽക്കുകയാണ്. ഹേ ഫ്രണ്ട്, ഷെയ്ഡ് എന്ന് വെച്ചാൽ തണല്. ഓക്കെ. ഹേ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻ? ദ മൗസ് ഫോളോഡ് ഹിം. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ മൗസ് അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുന്നത്? എന്താ ചോദിച്ചത്? എന്ത് പറ്റിയെന്നൊക്കെ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഓ, ഐ കാൺ ഓപ്പൺ മൈ ഐസ്, ദ സൺ ഈസ് സോ ബ്രൈറ്റ്. എനിക്ക് കണ്ണുകളൊന്നും തുറക്കാൻ പറ്റുന്നില്ല, സൂര്യന്റെ വെളിച്ചം കാരണം എനിക്ക് കണ്ണുകളൊന്നും, അതായത് ഉച്ച സമയത്ത് നല്ല സൂര്യ വെളിച്ചമായിരിക്കും അല്ലേ, ചൂടുമായിരിക്കും, അപ്പൊ എനിക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല എന്ന് റൗലി പറയുകയാണ്. മൈ ബോഡി ഇറ്റ്സ് ടു ഹോട്ട്, ഇറ്റ്സ് പെയിൻഫുൾ, ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. റൗലി സ്ലോലി ലേ ഡൗൺ. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നു, നല്ല പെയിൻഫുൾ ആയി, വേദനിക്കുന്നുണ്ട്. പെയിൻഫുൾ എന്ന് വെച്ചാൽ വേദനിക്കുന്നുണ്ട്. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, എനിക്ക് വളരെ എന്താ പറയുന്നത്, വളരെ ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറയുകയാണ്. അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. റൗലി സ്ലോലി ലേ ഡൗൺ. നമ്മൾ പതുക്കെ കിടക്കാൻ തുടങ്ങി. ഓ, ഐ സീ, സ്റ്റേ ഹിയർ, ഐ ഹാവ് എൻ ഐഡിയ, ഐ വിൽ ബി ബാക്ക് സൂൺ. സെയിങ് ദിസ് ദ മൗസ് റഷ്ഡ് ത്രൂ ദി ബുഷ്. ഓ, അങ്ങനെയാണോ? അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടി, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യണം, മൗസ് വേഗം എങ്ങോട്ട് ഓടിപ്പോവാണ്. Why is Rowley sad? അപ്പൊ ഇവിടെ നോക്കൂ, റൗലി എന്തുകൊണ്ട് സാഡ് ആയി നിൽക്കുന്നത്? She can open her eyes, her body feel too hot. അല്ലെ, ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി, കണ്ണുകളൊന്നും തുറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവൾ ടയേർഡ് ആയിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നത്. How will the mouse help Rowley? അപ്പൊ എന്തായിരിക്കും നമ്മുടെ മൗസിന് തോന്നിയ ഐഡിയ? എന്തായിരിക്കും? എങ്ങനെയായിരിക്കും മൗസ് റൗലിയെ ഹെൽപ്പ് ചെയ്യുക? നോക്കിയേ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ. നമ്മുടെ മൗസ് റൗലിക്ക് വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാ കൊണ്ടുവരുന്നത് നോക്കൂ. എന്തൊക്കെയാ കൊണ്ടുവരുന്നത് റൗലി? നമ്മുടെ മൗസിന്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഹാറ്റ് ഉണ്ട്, ഒരു സൺഗ്ലാസ് ഉണ്ട്. അപ്പൊ ഇത് ആർക്കായിരിക്കും ഹാറ്റും സൺഗ്ലാസും? നമ്മുടെ റൗലിക്കായിരിക്കും അല്ലേ. ദ മൗസ് ബ്രിങ് സംതിങ് ഫോർ റൗലി. വാട്ട് ആർ ദേ? അപ്പൊ നമ്മുടെ റൗലിക്ക് വേണ്ടി മൗസ് എന്തൊക്കെയോ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് അത്? വാട്ട് ആർ ദേ? ഹാറ്റ് ആൻഡ് സൺഗ്ലാസ്. ഓക്കെ, ഹാറ്റ് എന്ന് വെച്ചാൽ എന്താ? തൊപ്പി അല്ലേ. സൺഗ്ലാസ് ഇതാണ് നമ്മുടെ സൺഗ്ലാസ്. ഓ ഫ്രണ്ട്, യു ആർ ബാക്ക്. വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്? റൗലി വണ്ടർഡ്. അപ്പൊ നമ്മൾ വീണ്ടും മൗസിനെ കണ്ടപ്പോൾ റൗലി ചോദിക്കുകയാണ്, ഓ ഫ്രണ്ട്, നീ വീണ്ടും വന്നോ? എന്തൊക്കെയാണ് നിന്റെ കയ്യിൽ എന്തൊക്കെയാന്ന് ചോദിക്കുകയാണ്. Rowley, my friend, these are for you. The mouse said happily, for me. What for? അപ്പോൾ നമ്മുടെ മൗസ് എന്താ പറയണത്? ഇത് നിനക്കാണ് ഫ്രണ്ട്. ഇപ്പൊ നമ്മുടെ മൗസ് നമ്മുടെ റൗലിയോട് പറയണം, ഇതെല്ലാം നിനക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൗസ് എന്ത് ചെയ്തു? വളരെ ഹാപ്പി ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ എനിക്കോ? ഇത് എന്താണെന്ന് റൗലി ചോദിക്കുകയാണ്. റൗലി, പുട്ട് ഓൺ ദിസ് ഹാറ്റ്, വിയർ ദിസ് സൺഗ്ലാസ്, യു വിൽ സ്റ്റേ കൂൾ. അപ്പോൾ ഈ ഹാറ്റ് വെക്കൂ, ഈ സൺഗ്ലാസും ഇടൂ, നിങ്ങൾക്ക് കുറച്ച് തണുപ്പ്, കുറച്ച് കൂളായിട്ട് ഫീൽ ചെയ്യും. നല്ല ചൂടല്ലേ, കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യും എന്ന് പറയാണ്. ദ മൗസ് ഹെൽപ്ഡ് റൗലി ടു വിയർ ദ ഹാറ്റ് ആൻഡ് ഗ്ലാസസ്. Rowley, how do you feel now? The mouse asked. Thank you, friend. I feel better. Rowley said, smiling. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം എങ്ങനെയുണ്ട് നമ്മുടെ മൗസ് റൗലിയോട് ചോദിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് സൺഗ്ലാസും ഹാറ്റും വെക്കാൻ വേണ്ടി റൗലിയെ മൗസ് ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അപ്പൊ റൗലി എന്താ പറയണത്? ഇപ്പൊ കുഴപ്പമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ റൗലി പറയുകയാണ്. വിൽ ദീസ് തിങ്സ് ഹെൽപ്പ് റൗലി ടു ഫീൽ ബെറ്റർ? അപ്പൊ നമ്മുടെ ഹാറ്റും സൺഗ്ലാസും വെച്ചപ്പോൾ നമ്മുടെ റൗലി
റൗലിക്ക് കുറച്ച് ടയർഡ്നെസ് കുറഞ്ഞോ, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തോ? യെസ്. ഹൗ വിൽ ആൻ ഔലറ്റ് ലുക്ക് ലൈക്ക് വിത്ത് ഹാറ്റ് ആൻഡ് സൺഗ്ലാസ്? എങ്ങനെയായിരിക്കും അവിടെ ഒരു ഔലറ്റ് തൊപ്പിയും സൺഗ്ലാസ് ഒക്കെ വെച്ച് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നോക്കൂ, നെക്സ്റ്റ് പേജിലുണ്ട് അല്ലെ, ചിത്രം ഉണ്ട് നെക്സ്റ്റ് പേജിൽ, കണ്ടില്ലേ? നമ്മുടെ റൗലിയാണ് ഈ പറഞ്ഞു വരുന്നത്. വേർ ഇസ് റൗലി നൗ? ഇപ്പൊ റൗലി എവിടെയാണുള്ളത്? നിയർ ഹെർ ഹോം, അവളുടെ വീടിന്റെ അടുത്താണ് അല്ലെ. കാണുന്നില്ലേ അവിടെ സിസ്റ്റേഴ്സും ഫാദറും മദറൊക്കെ കൂടി ഉണ്ട് അല്ലെ. അപ്പൊ അവളുടെ വീടിന്റെ അടുത്താണ്. ഹൗ ഡസ് ഷീ ലുക്ക് ലൈക്ക്? എങ്ങനെയുണ്ട് അവളെ കാണാൻ? നോക്കിക്കേ അല്ലെ, ഹാറ്റും സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ നമുക്ക് റീഡ് ചെയ്യാം. The sun was setting. The owls woke up. Where is Rowley? The mother owl looked around. Oh, look, who is that? Father owl pointed to the sky. Everyone looked at the sky. A bird with a hat and glasses. Rowley landed on the branch. Who are you? Father owl asked. അപ്പൊ അങ്ങനെ സൂര്യനൊക്കെ, സൺ വാസ് സെറ്റിംഗ് പറഞ്ഞാൽ എന്താ? സൂര്യൻ അസ്തമിച്ചു. അപ്പൊ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മൂങ്ങകളൊക്കെ എഴുന്നേക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഔൾസ് ഒക്കെ എന്ത് ചെയ്തു? എഴുന്നേറ്റു. അവരൊക്കെ ഉറങ്ങുമായിരുന്നു, അവരൊക്കെ എഴുന്നേറ്റു. അപ്പോഴാണ് നമ്മുടെ മദർ ഔൾ ആരെ നോക്കുന്നത്? റൗലിയെ കാണാനില്ല അല്ലെ. അപ്പൊ റൗലി എവിടെ പോയിന്ന് മദർ ഔൾ നോക്കുകയാണ്, മദർ ഔൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് എന്ത് കാണുന്നത്? ഫാദർ ഔൾ എന്ത് കാണുന്നത്? ആകാശത്തിൽ കൂടെ എന്തോ ഒന്ന് പറന്നു വരുന്നു അല്ലെ. നോക്കിക്കാ അത് എന്താണെന്ന് പറഞ്ഞിട്ട് ഫാദർ ഔള് എന്ത് ചെയ്യണം? ആകാശത്തിൽ കൂടെ പറന്നു വരുന്ന റൗലിനെ പോയിന്റ് ചെയ്ത് പറയുകയാണ്, ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ചോദിക്കുകയാണ് അത് എന്താ വരുന്നത് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആകാശത്തേക്ക് നോക്കുകയാണ്. എവരിവൺ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. A bird with a hat and glasses. Rowley landed on the branch. അപ്പോൾ എന്താ അവർ കാണുന്നത്? ഒരു പക്ഷി, ഒരു ബേർഡ് ഹാറ്റും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പറന്ന് വരണം. അത് പറന്ന് വന്നിട്ട് അവരുടെ ബ്രാഞ്ചിൽ വന്ന്, അവരുടെ കൊമ്പിൽ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഫാദർ ഔൾ ചോദിക്കുകയാണ്, ആരാണ് നീ? ആരാണ്? ഹു ആർ യു എന്ന് ചോദിച്ചു. ഓക്കെ, വൈ ഡിഡ് അതർ ഔൾസ് ലുക്ക് ഇൻ വണ്ടർ അറ്റ് റൗലി? അപ്പൊ എന്തുകൊണ്ടാണ് മറ്റു ബേർഡ്സ് എല്ലാം റൗലിയെ വളരെ അതിശയത്തോടു കൂടെ നോക്കിയത്? എന്തുകൊണ്ടാണ്? കാരണം അവർ ആദ്യമായിട്ടാണ് ഒരു ബേർഡ് ഹാറ്റും സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പറന്നു വരുന്നത് കാണുന്നത് അല്ലേ. How does she look like? എങ്ങനെ? She look different. Okay, ഒരു ബേർഡിനെ പോലെയാണോ? അല്ല അല്ലേ. She look different. അപ്പൊ എന്തുകൊണ്ടാണ് അവര് വളരെ അതിശയത്തോടെ നോക്കിയത്? Because they seeing first time a bird with a hat and glass. ആദ്യമായിട്ടാണ് ഒരു ബേർഡ് ഹാറ്റും ഗ്ലാസും വെച്ച് വരുന്നത് കാണുന്നത്. Why couldn't the father owl recognize Rowley? എന്തുകൊണ്ടാണ് ഫാദറിന് റൗലി തിരിച്ചറിയാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാ? Because she wear hat and sunglass. അതുപോലെ തന്നെ അവൾ എന്ത് ചെയ്യണം? അവ ആദ്യമായിട്ടാണല്ലേ റൗലി പറക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. നോക്കൂ നെക്സ്റ്റ് പേജ് നോക്കിക്കേ. റൗലിസ് ബാക്ക്. വാട്ട് വിൽ ഹെർ പാരൻസ് ആസ്ക്? അപ്പൊ റൗലി തിരിച്ചു വന്നു. അപ്പൊ റൗലിയോട് എന്തൊക്കെയായിരിക്കും അവളുടെ പാരൻസ് എന്തൊക്കെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും നോക്കിയേ. അപ്പൊ റൗലിയോട് അച്ഛൻ ചോദിക്കണം ആരാണെന്ന് ചോദിച്ചപ്പോൾ റൗലി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇറ്റ്സ് മീ, യു ആർ റൗലി. റൗലി സെഡ്, വേർ were you dear? Who gave you the hat and the glasses? Father asked. I can see everything in daylight, so I went out. I got a new friend too. He gave me all these things. Rowley said smiling. Oh dear, you are someone special, so special. Everyone hugged her. അപ്പൊ നമ്മുടെ റൗലി എന്ത് പറഞ്ഞു? ഇത് ഞാനാണ്, നിങ്ങളുടെ റൗലിയാണെന്ന് റൗലി പറയണം. അച്ഛൻ ചോദിച്ചു നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ റൗലി പറയാണ് ഇത് ഞാനാണ്, നിങ്ങളുടെ റൗലി. അച്ഛൻ എന്താ ചോദിക്കുന്നത്? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നീ എവിടെയായിരുന്നു? നിനക്ക് ആരാണ് ഈ തൊപ്പിയും ഗ്ലാസ്സൊക്കെ ആരാ തന്നതെന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പൊ റൗലി പറയാണ് എനിക്ക് ഡേ ലൈറ്റിൽ പകൽ സമയത്ത് എല്ലാം കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തു പോയി. എനിക്ക് ആയിക്കോട്ടെ ന്യൂ ഫ്രണ്ട് ടു, എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടി, അവനാണ് എനിക്കിതെല്ലാം തന്നതെന്ന് റൗലി വളരെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് പറയാണ്, സ്മൈൽ ചെയ്ത് പറയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും എന്താ പറയുന്നത്? ഓ ഡിയർ, നീ ഒരു സ്പെഷ്യൽ തന്നെയാണ്. യു ആർ സംവൺ സ്പെഷ്യൽ, സോ സ്പെഷ്യൽ. നീ ഒരു സ്പെഷ്യൽ തന്നെയാണ്, ഞങ്ങൾക്ക് വളരെയധികം സ്പെഷ്യൽ ആണ് നീ. കാരണം എന്തുകൊണ്ടാണല്ലേ ഡേ ടൈമില് ഔൾസിന് നമ്മുടെ റൗലിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു അല്ലെ, അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരെല്ലാം എന്ത് ചെയ്തു? നമ്മുടെ റൗലിയെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റോറി. ആർ റൗലിസ് പാരൻസ് ഹാപ്പി നൗ? വൈ? അപ്പൊ റൗലിയുടെ പാരൻസിന് സന്തോഷമായിട്ടുണ്ടാവോ? യെസ്. എന്തുകൊണ്ടാ? ബിക്കോസ് റൗലി ക്യാൻ സീ എവറിത്തിങ് ഇൻ ഡേ ലൈറ്റ് ആൻഡ് ഷീ ഈസ് ഡിഫറെന്റ് ദാൻ അതർ ഔൾസ്, സോ ഷീ ഈസ് സ്പെഷ്യൽ ഫോർ ദം. Why is Rowley so special? എന്തുകൊണ്ടാണ് റൗലി സ്പെഷ്യൽ ആയത്? എങ്ങനെയാ? Because she can see everything in daylight. Okay, അതുകൊണ്ടാണ് റൗലി എന്താവുന്നത്? സ്പെഷ്യൽ. അപ്പൊ നമ്മുടെ ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള പാഠം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? നമ്മുടെ റൗലിന് ഇഷ്ടമായില്ലേ എല്ലാവർക്കും? നമ്മുടെ സ്പെഷ്യൽ ഔലറ്റ് ആണ് അല്ലേ റൗലി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിന്റെ പാർട്ട് 2 ക്ലാസ് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.